സ്റ്റുഡൻസ്, വെൽക്കം ടു കെമിസ്ട്രി ടീച്ചർ ജോസ്ന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തിനെ പറ്റിയായിരുന്നു? മെറ്റീരിയൽസിനെ പറ്റിയായിരുന്നു. അപ്പൊ നമ്മൾ മെറ്റീരിയൽസിന്റെ മെത്തേഡ്സിൽ പറഞ്ഞപ്പോൾ 3 മെത്തേഡ്സ് പറഞ്ഞായിരുന്നു: ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പാക്ക്. ഈ 3 എക്സാമ്പിൾ കണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ അതിന് ആൻസർ പറയാം. ട്രാൻസ്പെറന്റിന് എക്സാമ്പിൾ ആണ് എയർ, ട്രാൻസ്ലൂസന്റിന് എക്സാമ്പിൾ ആണ് ഓയിൽ പേപ്പർ, ആൻഡ് ഒപ്പാക്കിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ബുക്ക്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസ്. എന്താണ് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസ്? അതായത് ഏതൊരു നമുക്ക് ആവശ്യമുള്ള ഒരു വസ്തു നമ്മൾ ഒരു വസ്തുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു, സെപ്പറേഷൻ ചെയ്തെടുക്കുന്നു. ഒരു എക്സാമ്പിൾ ടീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ, റൈസ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചോറിന് വേണ്ടി ഉപയോഗിക്കുന്ന അരി. ആ അരി എന്തുകൊണ്ടാണ് നമ്മൾ കഴുകി യൂസ് ചെയ്യുന്നത്? അതിൽ ചിലപ്പോൾ ആ നെല്ലിന്റെ പതിരുണ്ടാവും, അതായത് നെല്ലിന്റെ കവറിങ് അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ സ്റ്റോൺ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള അരി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വാഷ് ചെയ്ത് അതിലുള്ള അൺവാണ്ടഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസ് ചെയ്യുന്നത്? അതുവഴി നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? നമുക്ക് നമ്മുടെ മെറ്റീരിയൽ നമുക്ക് പ്യുവർ ആയിട്ട് കിട്ടും. സെക്കൻഡ് വൺ, നമുക്ക് അൺവാണ്ടഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഈ 2 മെത്തേഡാണ് നമ്മൾ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസിൽ നടക്കുന്നത്. ഇനി ടീച്ചർ പറയാൻ പോകുന്നത് ഈ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസ് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നാണ്. ഫസ്റ്റ് വൺ, ഹാൻഡ് പിക്കിംഗ്. എന്താ ഹാൻഡ് പിക്കിംഗ്? ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഹാൻഡ്, കൈ കൊണ്ട് പിക്ക് ചെയ്തെടുക്കുക. ഒരു എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നമ്മൾ റൈസിൽ നിന്ന്, അരിയിൽ നിന്ന് കല്ല് വേർതിരിച്ചെടുക്കുന്നു. അതാണ് ഇതിനൊരു എക്സാമ്പിൾ, ഹാൻഡ് പിക്കിംഗ്. സെക്കൻഡ് വൺ ആണ് വരുന്നത് സീവിങ്. റൈസിൽ നിന്ന്, ഹാൻഡ് പിക്കിങ്ങിൽ നമ്മൾ റൈസിൽ നിന്ന് സ്റ്റോണിനെ വേർതിരിച്ചെടുക്കുന്നു. ഇനി സെക്കൻഡ് വൺ ആണ് സീവിങ്. സീവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സൈസിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവാം. അതായത് ഇപ്പോ നമ്മുടെ പൊടികളിൽ ചിലപ്പോൾ അതിന്റെ ആ ഒരു ധാന്യത്തിന്റെ തന്നെ കവറിങ്, പതിരുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഇതിനെ വേർതിരിച്ച് എടുക്കുന്നതാണ് സീവിങ്. ഡിഫറെന്റ് പാർട്ടിക്കിൾസ്, ഡിഫറെന്റ് സൈസിലുള്ള പാർട്ടിക്കിൾസ് വരുമ്പോൾ അതിനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സീവിങ്. ഒരു എക്സാമ്പിൾ ആണ് നമ്മള് ഫ്ലോർ, പൊടിയിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കുന്നത്. ഇനി തേർഡ് വരുന്നതാണ് വിന്നോയിങ്. എന്താണ് വിന്നോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വിന്നോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടിക്കിൾസിനെ കാറ്റ് വെച്ചിട്ട്, അതായത് കാറ്റിന്റെ സഹായം മൂലം ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നത്, അതിനെ പറയുന്നതാണ് വിന്നോയിങ്. വിന്നോയിങ്ങിന് എക്സാമ്പിൾ ആണ് ഗ്രെയിൻസ്, അതായത് നമ്മുടെ ധാന്യങ്ങളിൽ നിന്ന് അരി ഇപ്പൊ പാടത്ത് നമ്മൾ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രക്രിയ ചെയ്യും. കാരണം ഈ നെല്ല് നമ്മളിങ്ങനെ വിരിച്ചിട്ടിട്ട് നല്ല ശക്തിയായ കാറ്റ് കൊടുക്കുമ്പോൾ അതിലുള്ള പതിരുകളൊക്കെ പറന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്നതാണ് വിന്നോയിങ്. ഇനി ഫോർത്ത് വൺ ആണ് സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ. എന്താണ് സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ? ഇതൊരു എക്സാമ്പിൾ ടീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ചെളി അല്ലെങ്കിൽ കളിമണ്ണും വെള്ളവും നമുക്ക് വേർതിരിച്ചെടുക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സ്പേസ്, അതായത് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ പിന്നെ ഒരു പാത്രത്തിലോ കളിമണ്ണും വെള്ളവും എടുക്കാം. കുറച്ചു നേരം നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുണ്ടാവും? ആ പാത്രത്തിന്റെ അടിയിൽ കളിമണ്ണ് വന്ന് അടിയും, വെള്ളം നമുക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ വന്നടിയുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് സെഡിമെന്റേഷൻ. അതായത് ബോട്ടത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ പാത്രം അല്ലെങ്കിൽ ഏതാണോ ബോട്ടിൽ, അതിന്റെ ബോട്ടത്തിൽ വന്നിട്ട് പാർട്ടിക്കിൾസ് വന്ന് അടിയും, അതിനെയാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്.
ആ വന്ന് അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലുള്ള ക്ലിയർ വാട്ടറിനെ നമ്മൾ ടേക്കപ്പ് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്നതാണ് ഡീകണ്ടീഷൻ. പ്യുവർ വാട്ടറിനെ നമ്മൾ ടേക്കപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീകണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ ആണ് ഫിൽട്രേഷൻ. എന്താണ് ഫിൽട്രേഷൻ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വെള്ളമായാലും ഇപ്പൊ ചായല, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചായ എടുക്കാന്ന് വിചാരിക്കാം. ചായ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചായയിൽ നമ്മൾ അരിപ്പ കൊണ്ട് ഊറ്റിയെടുക്കും. എന്തിനാണ്? നമുക്ക് പ്യുവർ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സിനെ, ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫിൽട്രേഷൻ. എക്സാമ്പിൾ ആണ് ടീ ലീവ്സ് ഫ്രം ടീ. ഈ സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ എക്സാമ്പിൾ ആണ് മഡ് ഫ്രം വാട്ടർ. ഇനി നെക്സ്റ്റ് പ്രോസസ് എന്താണ്? സെപ്പറേഷന്റെ മെത്തേഡ് ആണ്. സിക്സ്ത് വൺ ഇവോപ്പറേഷൻ. എന്താണ് ഇവോപ്പറേഷൻ? ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ഉപ്പ് ഉണ്ടാക്കാം? ജലത്തിനെ നമ്മൾ വറ്റിച്ചിട്ട്, അതായത് സൺലൈറ്റിന്റെ പ്രസൻസോട് കൂടിയിട്ട് സൺലൈറ്റിൽ അത് വറ്റിപ്പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഉപ്പ് കിട്ടുന്നത്. അങ്ങനെ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ. അതായത് സോൾട്ട് ഫ്രം വാട്ടർ. അപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഒന്നുകൂടി ടീച്ചർ പറയാം. നമ്മൾ ഇവിടെ പഠിച്ചത് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസസ് ആണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ സബ്സ്റ്റാൻസസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ്. അതിന് 6 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഹാൻഡ് പിക്കിങ്. നമ്മളുടെ കൈ കൊണ്ട് ഉപയോഗിച്ച് നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് സീവിങ്. സീവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സൈസിലുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സീവിങ്. അതായത് നമ്മുടെ പൊടികളിൽ നിന്ന് നമ്മൾ അതിനെ വേർതിരിച്ചെടുക്കുന്നു. അരിപ്പ് കൊണ്ടൊക്കെ അരിച്ചെടുക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു മെത്തേഡ്. വിന്നോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയെ പറയുന്നതാണ് വിന്നോയിങ്. അതായത് നമ്മുടെ ധാന്യങ്ങളിൽ നിന്ന് അതിന്റെ കവറിങ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കാറ്റത്ത് ലൈറ്റ് വെയിറ്റ് ഉള്ള പാർട്ടിക്കിൾസ് വിന്നോയിങ്ങിൽ റിമൂവ് ആയി പോകും. അങ്ങനെ ഫോർത്ത് വണ്ണാണ് സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ. അതായത് സോൾട്ട് അല്ല, എന്താ, ഒരു മിനിറ്റ്, സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡീകണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എക്സാമ്പിൾ ആണ് മഡ് ഫ്രം വാട്ടർ. ചെളി നമ്മൾ കുറച്ചു നേരം ഒരു ബോട്ടിലോ മഡ് ഫ്രം വാട്ടർ, അതായത് നമ്മളുടെ മഡ് ബോട്ടം ഓഫ് പാർട്ടികളിൽ വരുമ്പോൾ സെഡിമെന്റേഷൻ ആയി. അതിൽ നിന്ന് നമ്മൾ പ്യുവർ ആയിട്ടുള്ള വാട്ടറിനെ ടേക്കപ്പ് ചെയ്യുമ്പോൾ അത് ആ പ്രോസസ്സ് ഡീകണ്ടേഷൻ ആയി. ഇനി ഫിഫ്ത്ത് വന്നാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്, സബ്സ്റ്റാൻസസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. ആ പ്രോസസ്സാണ് ഫിൽട്രേഷൻ. സിക്സ്ത് വണ്ണാണ് ഇവോപ്പറേഷൻ. അതായത് നമ്മൾ വാട്ടറിൽ നിന്ന് ഉപ്പ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കാൻ പോകുന്നത് സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ടീച്ചറുടെ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളെ